ഞാനൊരു കേസിൽ വിയ്യൂർ വനിതാ ജയിലിൽ കിടന്നിരുന്നത്. അപ്പോൾ വിയ്യൂരിൽ നിന്ന് കാണാൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ അറിയിച്ചുകൊണ്ട് ഞാൻ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടിട്ട് അട്ടക്കുളങ്ങര വനിതാ ജയിലായിരുന്നു 2013 അപ്പോൾ അവിടെ ചെന്ന സമയത്ത് കാരനൂർ വധക്കേസിൽ പ്രതി ഷെറിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഷെറിൻ എൻ്റെ തൊട്ടടുത്ത സെല്ലായിരുന്നു കഴിഞ്ഞിരുന്നത്. അപ്പോൾ മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂവിൽ നിന്നിട്ട് ഭക്ഷണമൊന്നും വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. പിന്നെ ജയിലിൽ മറ്റ് ശിക്ഷാപ്രതികൾക്കുള്ള ഡ്രസ്സൊന്നല്ല അവർ ധരിച്ചിരുന്നത്, വെള്ള ഡ്രസ്സ് തന്നെയാണ് ധരിച്ചിരുന്നത്. അവർക്ക് ആവശ്യമുള്ള ഡ്രസ്സുകൾ പുറമെ നിന്ന് തയ്പ്പിച്ച് കൊണ്ടുവന്നിട്ടാണ് അവർ അവിടെ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുകൂടാതെ ജയിലിൽ കോസ്മെറ്റിക് ഐറ്റംസുകൾ, പിന്നെ ഞങ്ങളവിടെ തടവുകാർക്ക് ഒരു പായ, ഒരു ജംകാളം, പിന്നെ ഒരു സ്റ്റീലിൻ്റെ മൊന്ത, ഗ്ലാസ്, ഒരു പ്ലേറ്റാണ് അവിടെ അനുവദിക്കുക. അതിലുപരി ഷെറിന് പ്രത്യേകമായിട്ട് കിടക്കുക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 രൂപ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ, സൗന്ദര്യം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം ബ്ലൂ ബ്ലാക്ക് മെയിലിംഗ് കേസിൽ ബിന്ദാസ് തോമസ് അവിടെ കിടന്നിരുന്നു. അപ്പോൾ ബിന്ദാസ് തോമസിന് കൊടുക്കാനായിട്ട് ഫോൺ, ഷെറിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ബിന്ദാസിന് കൊടുത്തു. അപ്പോൾ ഞാൻ ആ ഫോൺ പിടിച്ച് വാങ്ങിയിട്ട് അതിൻ്റെ നമ്പറൊക്കെ എടുത്തു. അവർ ആ സമയത്ത് വിളിച്ച ഫോൺ നമ്പർ അടക്കം എടുത്തിട്ട് സൂപ്രണ്ടിന് പരാതി കൊടുക്കണ്ടായി. ആ സമയത്തും സൂപ്രണ്ട് നടപടിയൊന്നും എടുത്തില്ല. പിന്നെ അതിന് ശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു, അതിന് നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നെ അവിടുത്തെ സ്റ്റാഫ് മുഖേന ഞാൻ കൈരളി പീപ്പിളിൻ്റെ ചീഫ് റിപ്പോർട്ടർ ഷാജഹാന് ഈ വിവരങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഒരു പരാതി എഴുതി കൊടുത്തു. പുറത്തേക്ക് പോയി പരാതി. അങ്ങനെ പുറത്തേക്ക് പരാതി പറ്റി കൈരളി പീപ്പിൾ എൻ്റെ ഈ പരാതി ലൈവായിട്ട് അവർ കാണിച്ചു. എന്തൊരു പ്രോഗ്രാം ഉണ്ടായെന്ന് തോന്നുന്നു. അതിനെ തുടർന്നിട്ട് സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു. കാരണം അവർക്ക് ഈ പരാതിനെ കുറിച്ചല്ല അറിയേണ്ടിരുന്നത്. എൻ്റെ ഈ പരാതി ജയിൽ സൂപ്രണ്ട് അറിയാതെ ഏത് സ്റ്റാഫ് സഹായിച്ചിട്ടാണ് പുറത്തേക്ക് പോയതെന്നാണ് അവർക്ക് അറിയേണ്ടിരുന്നത്. പിന്നെ സൂപ്രണ്ട് പറയാതെ വന്നപ്പോൾ പിറ്റേ ദിവസം സൂപ്രണ്ട്, DIG പ്രദീപ് സാറ്, പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം, ഒരു 3 പേരും കൂടി എന്നെ ചോദ്യം ചെയ്തു. DIG എന്നോട് സ്റ്റാഫിൻ്റെ പേര് പറയാത്തത് കാരണം ഞാൻ ഇനി ജയിലിൽ നിന്ന് ഇറങ്ങില്ല, ഞാൻ അവിടെ തന്നെ കിടക്കുന്നൊക്കെയാണ് അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത്. മാത്രമല്ല, ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. ഷെറിനെ ലോക്കപ്പിന് ശേഷം ഒരു 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി. അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത്, അട്ടക്കുളങ്ങര ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു. അപ്പോൾ ഞാനതിന് തിരിച്ച് വിവരാവകാശം വെച്ചു. എന്താണെന്ന് വെച്ചാൽ ഷെറിൻ കാരനൂർക്ക് ജീവപര്യന്തം ശിക്ഷയോടൊപ്പം തന്നെ 392 എന്നൊരു വകുപ്പ് കൂടി ഉണ്ടായിരുന്നു. അതായത് റോബറി, ഒരു റോബറിക്ക് വേണ്ടിയുള്ള കൊലപാതകം എന്ന് പറയുമ്പോൾ അതിൽ പരോള് 2-3 വർഷത്തേക്ക് കൊണ്ട് തടയുന്നുണ്ട്. കാരണം ആ 392 പ്രകാരം ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കാലയളവ് കഴിഞ്ഞിട്ട് പരോൾ അനുവദിക്കാൻ പാടുള്ളൂ എന്നാണ് ജയിലിൽ പ്രസൻ റൂൾസിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അതേസമയം ജയിലിൽ 1 വർഷത്തിനകം ഷെറിന് പരോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരോൾ അനുവദിച്ച കാലഘട്ടം തൊട്ട് ഞാൻ വിവരാവകാശം വെച്ചപ്പോൾ സെൻകുമാർ സാറ് എനിക്കെതിരെ നടപടിയൊന്നും എടുത്തില്ല. പകരം 2 ഉദ്യോഗസ്ഥന്മാരെ സ്ഥലം മാറ്റി. ഷെറിന് ഇല്ലീഗലായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സത്യത്തിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. സ്ഥലം മാറ്റുമ്പോൾ DIG പ്രദീപ് സാറിനടക്കം ജയിലിലത്തെ 1-2 സ്റ്റാഫിനെ ഒഴിച്ചിട്ട് എല്ലാ സ്റ്റാഫിനെയും സ്ഥലം മാറേണ്ടി വരുമായിരുന്നു, ഒരു താൽക്കാലികമായിട്ട് തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം. പിന്നെ ഞാൻ വീണ്ടും വിവരാവകാശം വെച്ചപ്പോൾ സാറിന് അതിന് മറുപടി ഒന്നും തന്നില്ല. പകരം ഷെറിനെ വിയ്യൂർ ജയിലിലേക്ക് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തു. പിന്നെ ഷെറിന് ഇവിടെ വന്നിട്ട് വിയ്യൂർ ജയിലിൽ വന്നിട്ട് ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലിയൊന്നും കൊടുക്കാൻ നടന്നില്ല. ഇവിടെ സെല്ലിൻ്റെ അവിടെ നിന്ന് ഓഫീസിലേക്ക് നടക്കുന്ന ദൂരം, ആ ദൂരത്തേക്ക് വെയിലിൻ്റെ അസ്വസ്ഥത കാരണം അവൾക്ക് അവിടുത്തെ ജയിലിലത്തെ ഡോക്ടർ കുട എഴുതി കൊടുത്തു, വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും പരാതിയൊക്കെ കൊടുത്തു ഞാൻ. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് മാറിയതിന് ശേഷം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് പത്രത്തിൽ വായിച്ചത് ഷെറിനെ 14 വർഷത്തെ കാലയളവായിട്ട് ജയിലിൽ കിടക്കുന്നത് കൊണ്ട് അഡ്വൈസറി ബോർഡിലത്തെ സരള മാഡം അവരെ വിട്ടയക്കാനുള്ള ഓർഡർ കൊടുത്തിരിക്കുന്നു. പിന്നെന്താ, ഗവർണർ ഒപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കാലതാമസമുള്ളൂ എന്നൊക്കെ. കാരണം അപ്പം വെച്ചാൽ 19-20 വർഷത്തിലേറെയായിട്ട് അവിടെ 5-6ഓളം സ്ത്രീ തടവുകാർ കിടക്കുന്നുണ്ട്. പിന്നെ റിമിഷൻ, ജയിലിൽ നിന്നുള്ള റിമിഷൻ പ്രകാരം ഇറങ്ങാന്ന് പറഞ്ഞാൽ ജയിലിൽ ഇത്തരം പെരുമാറ്റ ദൂഷ്യം ഉണ്ടാകാൻ പാടില്ല, കേസുകളൊന്നും ഉണ്ടാക്കാത്ത പ്രതികൾക്കാണ് ഇറങ്ങാനായിട്ടൊരു മുൻഗണന. അങ്ങനെ വരുമ്പോൾ ഈ 19 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു ബിനിതാകുമാരി എന്നിട്ടൊരു പ്രതി അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് 2 കണ്ണിന് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ആ സ്ത്രീ. അപ്പോൾ അവർക്കൊന്നും ജയിലിൽ നിന്ന് ഇറങ്ങാനായിട്ട് അവരൊന്നും അഡ്വൈസറി ബോർഡിൽ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ല. അപ്പോൾ മാനസാന്തരം വന്നു പറഞ്ഞാൽ ഇപ്പോൾ ഈ ജയിലിൽ ഉപദേശക സമിതി സരള പറയുന്നത് എന്ത് മാനസാന്തരം വന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക, സ്വന്തം പ്ലേറ്റ് കഴിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഒളിപ്പിച്ചിട്ട്
3 നേരം പുറമെ നിന്നുള്ള ഭക്ഷണം കഴിക്കുക, ഇതൊക്കെയാണ് നല്ല നടപ്പെന്ന് വെച്ചാൽ വളരെ കുറച്ച് പേരാണ് അഡ്വൈസറി ബോർഡിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഷെറിൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല, ഷെറിൻ ഇറങ്ങിക്കോട്ടെ. പക്ഷേ ഷെറിൻ ഇറങ്ങുന്നതോടൊപ്പം ആ മറ്റേ 19-20 വർഷത്തോളമായിട്ട് കിടക്കുന്ന ആ സ്ത്രീകളെയും കൂടി ഇറക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്നെ ഇറക്കാൻ വേണ്ടി മാത്രം ഒരു സർക്കുലർ ഉണ്ടാക്കിയിരുന്നു, 5 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ട്. ലക്ഷ്മണിയും കൂടി ഇറങ്ങിപ്പോയി. അതേപോലെ പിന്നെ അതിന് ശേഷം ആ സർക്കുലർ പിന്നീട് ആരും ഇറങ്ങി കണ്ടിട്ടില്ല. അതേപോലെ ഇതിലിപ്പോൾ ഷെറിനെ മാത്രം ഇറക്കാനായിട്ട് ഒരു മന്ത്രിസഭാ യോഗം കൂടി. ഇതിൽ പാർട്ടീനൊന്നും ഞാൻ ഇടപെടുത്തില്ല, കാരണം പാർട്ടി അറിഞ്ഞിട്ടായിരിക്കില്ല ഇത്തരം തെണ്ടിത്തരമൊക്കെ നടക്കുന്നത്. പാർട്ടിയിലുള്ള വ്യക്തിപരമായ ചിലരുമായിട്ടുള്ള അടുപ്പം മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടായെന്ന് വിശ്വസിക്കുന്നത്. ഉദ്യോഗസ്ഥരെല്ലാവരുമായിട്ടില്ല, DIG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഷെറിൻ എനിക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുള്ളതാണ്, വിവരാവകാശം വെച്ചതിൻ്റെ അന്ന് ഞാൻ പരാതി 10 വർഷം മുമ്പ് കൊടുത്തതിൻ്റെ ഒക്കെ തെളിവുകൾ എൻ്റെ കയ്യിലുള്ളതാണ്. ഇപ്പോഴും എനിക്ക് ഈ പത്രക്കാരെ സമീപിക്കുന്നതിന് പകരം ഈ വിവരങ്ങൾ പുറത്തേക്ക് വിടുന്നതിന് പകരം എനിക്ക് അവരോട് പൈസ വെച്ചാൽ എനിക്ക് പൈസ കിട്ടും. പക്ഷേ എനിക്ക് അവരുടെ പൈസ വേണ്ട. കാരണം ഇപ്പോൾ ഷെറിന് രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പണമുണ്ട്, സൗന്ദര്യമുണ്ട്. ഇതൊന്നും ഇല്ലാതെ അവിടെ എടുക്കുന്ന തടവുകാരുണ്ട്. ഇപ്പോൾ ഷെറിൻ്റെ മകന് ഷെറിൻ ഇറങ്ങിയിട്ട് വേണ്ട, ഷെറിൻ്റെ സംരക്ഷണത്തിൻ്റെ ആവശ്യമില്ല. കാരണം അവൻ്റെ അച്ഛൻ്റെ വീട്ടുകാരുടെ കൂടെ അമേരിക്കയിലാണ്. പക്ഷേ ഈ ജയിലിൽ കിടക്കുന്ന സ്ത്രീകളുടെ മക്കളൊക്കെ ചിൽഡ്രൻസ് ഹോമിലും അതിന് അവരെ ഏറ്റെടുക്കാൻ ബന്ധുക്കളോ അല്ലെങ്കിൽ വീട്ടുകാരോ ഇല്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ ഇപ്പോൾ അനുശാന്തി ഇപ്പോൾ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, സുപ്രീം കോടതി ജാമ്യത്തിൽ ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട. കാരണം അവരുടെ കണ്ണിനെന്തോ മയോപ്പിയ എന്നിട്ട് അസുഖം വന്നിട്ട് കാഴ്ചശക്തി കുറഞ്ഞതിൻ്റെ പേരിൽ അവരുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് സുപ്രീം കോടതിനെ സമീപിക്കാൻ കഴിഞ്ഞത്. അതേസമയം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 19 വർഷത്തെ തടവുകാരി ബിനിതാകുമാരി, അവർക്കൊന്നും സാമ്പത്തികമായിട്ട് യാതൊരു കഴിവില്ലാത്തത് കൊണ്ടാണ് അവർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പോൾ ഈ അഡ്വൈസറി ഉപദേശക സമിതി അംഗം മറ്റേ ആ സർളമേടൊക്കെ ഇവരെ കാണുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇത്തരം തടവുകാരെ കാര്യങ്ങളൊന്നും അവരില്ല. അപ്പോൾ എനിക്കിത്രേ പറയാനുള്ളൂ, ഷെറിൻ ഇറങ്ങുന്നതുകൊണ്ട് എനിക്ക് വിരോധമില്ല. പക്ഷേ ഷെറിനേക്കാൾ കൂടുതൽ കാലയളവ് ശിക്ഷിക്കപ്പെട്ട് 19-20 വർഷം തടവുകാരായിട്ട് അവരവിടെ എടുക്കുന്നുണ്ട്. ഇത്തരം ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത, ഇല്ലീഗൽ ആക്ടിവിറ്റീസിലൊന്നും പെടാത്ത തടവുകാരെ കാര്യം കൂടി പരിഗണിച്ചാൽ കൊള്ളാം. എട്ടക്കുളങ്ങര ജയിലിൽ മാത്രമാണോ ഇത്രയും ഒരു ഇങ്ങനത്തെ സ്വാധീനങ്ങൾ? അതെ അതെ, എൻ്റെ അറിവിൽ എട്ടക്കുളങ്ങര മാത്രമല്ല. അപ്പോൾ DIG-യുടെ അണ്ടറിൽ വരും. ഇപ്പോൾ പ്രദീപ് സാറോടില്ല, ഇപ്പോൾ ഡൽഹി എന്തോ ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന എന്തോ സാറായിട്ട് ഏതോ ഇന്നലെ എനിക്ക് അറിഞ്ഞിരുന്നത്, എവിടെയോ ജോലി ചെയ്യുന്ന ആൾ. കാരണം ആളുടെ പരിശീലനം കിട്ടിയാലാണ് ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ നന്നായിരിക്കും. ഇതിപ്പോ അവിടുത്തെ ഈ പ്രദീപ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ മാത്രമാണോ അതോ അവിടുത്തെ ജയിലിലെ മറ്റു ഉദ്യോഗസ്ഥർ? ഇല്ല, ഈ വനിതാ ജയിലിൽ ഉണ്ട്. ജയിലിലത്തെ ഉദ്യോഗസ്ഥന്മാർ ആണായിട്ട് ഇപ്പോൾ DIG പ്രദീപ് സാർ മാത്രമേ വരാറുള്ളൂ. പിന്നെ അത് സൂപ്രണ്ട് നസീറ ബീഗം എന്നാണ് സൂപ്രണ്ടിൻ്റെ പേര്. പിന്നെ അവിടുത്തെ ഒരുവിധം സ്റ്റാഫൊക്കെ സലീൻ കുമാരി, സരസ്വതി, ഇവർക്കൊക്കെയാണ് പണിഷ്മെന്റ് ട്രാൻസ്ഫർ കിട്ടിയത് ഞാൻ പരാതിപ്പെട്ടിട്ട്. ഇവരൊക്കെ പൈസയാണോ വാങ്ങിയിട്ടുള്ളത്? ആ പൈസ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത്.